ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ പ്രണാമം. കൃഷ്ണമന്ദെ നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തളിങ്ങിലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്തേ തിരുമേനി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധജൂബി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമഃ. ഓം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നവരാത്രിയുടെ പുണ്യ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഇത്തവണ 10 ദിവസമുണ്ട്. ദസറ 11ാമത്തെ ദിവസമാണ്. തൃതീയയാണോ മറ്റോ 2 ദിവസം വന്നിട്ടുണ്ട്. 2 ദിവസത്തെ എഫക്റ്റ്. അതുകൊണ്ട് 10 ദിവസമുണ്ട്. എങ്കിലും ഇന്ന് 7ാമത്തെ നവരാത്രിയാണ്. ആ ദിവസം തന്നെ നമുക്കിങ്ങനെ വീണ്ടും ഒരു സന്ദർഭം കൂടി കിട്ടിയത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 53ാമത്തെ ശ്ലോകത്തിലെ മഹാലക്ഷ്മി, മൃഡപ്രിയ ഈ 2 നാമങ്ങളാണ് നമ്മൾ കണ്ടത്. മഹാലക്ഷ്മി എന്നുള്ള നാമം നമ്മൾ വിശദമായി തന്നെ കണ്ടു. അതിനകത്ത് ദശമഹാവിദ്യ, നവരാത്രിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ദശമഹാവിദ്യയും അതുപോലെ തന്നെ നവദുർഗകളും. നവദുർഗ നമ്മുടെ ദേവി മഹാത്മ്യം വായിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാം, എന്നും വാട്സപ്പിൽ വരുന്നതാണ്. ദശമഹാവിദ്യകളെക്കുറിച്ചും കുറച്ചൊക്കെ എല്ലാവർക്കും അതിന് ധാരാളമായിട്ട് പിടികിട്ടി കാണും. ഒന്ന് സൂചിപ്പിക്കാം നവരാത്രി ആയതുകൊണ്ട്. കാളി, താര, ഭുവനേശ്വരി, സുന്ദരി, അത് കഴിഞ്ഞാൽ ത്രിപുര ഭൈരവി, ചിന്നവസ്ത്ര, ബഹളാമുഖി, ധൂമാവതി, മാതങ്കി, കമല അഥവാ മഹാലക്ഷ്മി. അവിടെയാണ് മഹാലക്ഷ്മി മൃഡപ്രിയ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയത്. ഇതാണ് ദശമഹാവിദ്യകൾ. ദേവിയുടെ നവദുർഗാരൂപങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ബാലരൂപത്തിൽ നിന്നും ഏറ്റവും മഹത്തായ രൂപത്തിലേക്ക് ദേവി ഓരോ കർമ്മങ്ങളും ചെയ്ത് തൻ്റെ ഒരു അവസ്ഥാന്തരം എന്ന് പറയുന്നത് പോലെയാണെങ്കിൽ ഇവിടെ ജ്ഞാനമാണ്. പലതരത്തിലുള്ള രൂപങ്ങൾ, ഓരോ ഈ ദശമഹാവിദ്യയിലെ ദേവിയുടെ രൂപങ്ങളും വർണ്ണിക്കുമ്പോൾ ആ രൂപങ്ങളും ആ വസ്ത്രങ്ങളും ആ ആഭരണങ്ങളും അതുപോലെ തന്നെ ആ നിറങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് വളരെ വളരെ അഗാധമായ ജ്ഞാനത്തെയാണ്. എങ്ങനെയാണ് സാധകന് ആ ജ്ഞാനം കണ്ടെത്തേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ ഈ ഓരോ ദേവിയുടെ അവതാരങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റെപ്പോഴെങ്കിലും വിശദമായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് അടുത്ത 54ാമത്തെ ശ്ലോകം, 54ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഓം മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി. അപ്പോൾ ഇതിനകത്ത് 212 മുതൽ 217 വരെയുള്ള 6 നാമങ്ങളാണ്. മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ, മഹാസത്വ, മഹാശക്തിർ മഹാരഥി. ഓരോ നാമങ്ങളും നമുക്ക് ഇത്തവണ നമ്മൾ കുറച്ച് നാമങ്ങളെല്ലാം വളരെ അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സരളമായ നാമങ്ങളാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 53 ശ്ലോകങ്ങൾ വിവരിക്കുന്നതോടുകൂടി ധാരാളം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ സാമാന്യ ജ്ഞാനം എല്ലാവർക്കും ഉണ്ടായിരിക്കും.
അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റും ഈ നാമങ്ങളൊക്കെ. അപ്പോൾ ആദ്യത്തെ നാമമാണ് മഹാരൂപ. അപ്പോൾ മഹാ എന്നുള്ള 2 നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. മഹാലക്ഷ്മി എന്നുള്ളതിൽ അതിലൊരു നാമമായിരുന്നു. അതുപോലെ തന്നെ മഹാ മഹ ആ മഹാദേവി, മഹാലക്ഷ്മി 2 നാമങ്ങൾ കണ്ടു. ഇനി അടുത്ത നാമം മഹാ എന്നുള്ള വരുന്നത് മഹാരൂപ എന്നുള്ളതാണ്. അപ്പോൾ മഹത്തായ രൂപത്തോടു കൂടിയവൾ. ഇവിടെ ദേവി മഹത്തായ രൂപത്തോടു കൂടിയവളാണ്. ഈ സർവ പ്രപഞ്ചങ്ങൾക്കും ആധാരയാണ് ദേവി. സർവ വസ്തുക്കളിലും അന്തർലീനയാണ് ദേവി. അപ്പോ ആ ദേവിയുടെ ആ സത്തയ്ക്കാണ് എന്ത് പറയുന്നത്? മഹത് എന്ന് പറയുന്നത്. അപ്പൊ ആ മഹത്ത് തന്നെ മഹത്തത്വം ആയി മാറുന്നു. അപ്പൊ ദേവി തന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാ മഹത്തുകളുടെയും അംശം. അതുകൊണ്ട് ദേവി മഹത്തായ രൂപത്തോടു കൂടിയവളാണ്. അതുകൊണ്ട് ദേവി മഹാരൂപ. അതുപോലെ തന്നെ ദേവി വിവിധ ഭാവങ്ങളില് ഭക്തരുടെ ഹൃദയത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ദേവിയെ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾക്കറിയാം ഘോരരൂപിണിയായിട്ടുള്ള ദേവിയാണ് കാണേണ്ട ഒരു സാധകനെങ്കിൽ ആ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ വളരെ ശാന്തരൂപിണിയായിട്ടുള്ള മാതൃസ്വരൂപിണിയാണ് ദേവി ആർക്കെങ്കിലും കാണണമെങ്കിൽ ദേവി ആ രൂപത്തിൽ വരും. അതുപോലെ തന്നെ വളരെ ഘോരമായി ഉപാസന ചെയ്യുന്നവർക്കാണെങ്കിൽ ആ രൂപത്തിൽ ദേവി വരും. ബാലരൂപത്തിൽ ദേവിയെ കാണുമ്പോൾ ബാല എന്ന രൂപത്തിൽ ദേവി വരും. അപ്പൊ ദേവിയെ എങ്ങനെ പ്രാപിക്കണം എന്ന് ഒരു ഭക്തന്റെ കഴിവനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനോധർമ്മം അനുസരിച്ച് എങ്ങനെ ഉപാസിക്കുന്നുവോ ആ രൂപത്തിൽ ദേവി പ്രകടമാവും. അതുകൊണ്ടാണ് ദേവിക്ക് ഇത്രയും രൂപങ്ങളും ഭാവങ്ങളും മാതൃസ്വരൂപിണിയായി ദേവിക്ക് കൊടുത്തിരിക്കുന്നത്. ദേവി മഹാത്മ്യത്തില് മഹിഷാസുരൻ ദേവിയെ കണ്ട രൂപം, അത് ആ രൂപത്തിനെ നമുക്ക് മഹാരൂപം എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ 1000 കൈകള്, 1000 കണ്ണുകള്, അതുപോലെ തന്നെ 1000 കൈകാലുകള് നമ്മൾ പറഞ്ഞു. പാദം ഇങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയിട്ട് ഭൂമിയെ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവിയുടെ പാദം. അതുപോലെ തന്നെ ദേവിയുടെ കിരീടം ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുകയാണ്. മഹിഷാസുരൻ കാണുന്നതാണ്. അപ്പോൾ ദേവിക്ക് അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല. പക്ഷെ മഹിഷാസുരന്റെ ആ ഭയം മനസ്സിലുള്ളത് ആ ദേവിയുടെ രൂപത്തിൽ പ്രതിഫലിക്കുകയാണ്. അപ്പോൾ കിരീടം ആകാശം മുട്ട് നിൽക്കുന്ന കിരീടമാണ്. ദേവിയുടെ വില്ലിന്റെ ഞാണൊലി അത് പാതാളത്തെ മുഴുവൻ കിടിലം കൊള്ളിക്കുകയാണ്. ആ രൂപത്തിൽ നിൽക്കുന്ന ദേവിയാണ് ആ മഹാരൂപം എന്നിവിടെ സൂചിപ്പിക്കാം. അപ്പോൾ മഹത്തായ രൂപമാണ് ദേവിയുടെ, സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് ദേവിയുടെ. അങ്ങനെ ദേവി മഹാരൂപയാണ്. അതുപോലെ തന്നെ സാധകന് ഏത് ഭാവത്തിൽ ദേവിയെ കാണണോ ആ രൂപത്തിൽ ദേവി വരും. അതുകൊണ്ട് ദേവി മഹാരൂപയാണ്. മൾട്ടിപ്പിൾ ഫോർമേഷൻസ്. അതേപോലെ തന്നെ ഏകദം ഘോര രൂപിണിയായിട്ട് ഇപ്പോൾ നമ്മുടെ മഹിഷാസുരനെ പോലത്തെ ഒരു അസുരനെ അതിനെ നിഗ്രഹം ചെയ്യാൻ വരുന്ന ദേവി അതിഘോര രൂപിണിയാണ്. ആ രൂപത്തിന് നമുക്ക് മഹാരൂപ എന്ന് പറയാം. അപ്പോൾ ദേവി മഹാത്മ്യത്തിൽ ഈ ശ്ലോക വർണ്ണന വളരെ ഗംഭീരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ 212ാമത്തെ നാമം മഹാരൂപ. അടുത്ത നാമമാണ് മഹാപൂജ്യ. ഇവിടെ മഹാപൂജ എന്ന് പറഞ്ഞാൽ മഹത്തുക്കളാൽ അല്ലെങ്കിൽ മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നാമമാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ട് ദേവിയുടെ ഒരു നാമം, 58ാമത്തെ നാമം. എന്തായിരുന്നു അത്? പഞ്ചബ്രഹ്മാസന സ്ഥിത. എന്തായിരുന്നു പഞ്ചബ്രഹ്മാസന സ്ഥിത എന്ന നാമത്തിൽ നമ്മൾ കണ്ടത്? ദേവി ഇരിക്കുന്ന ആസനം, ആ ആസനത്തിന്റെ പേര് പഞ്ചബ്രഹ്മാസനം എന്നാണ്. എന്തുകൊണ്ടാണ്? ബ്രഹ്മാവ്, അതുപോലെ വിഷ്ണു, അത് കഴിഞ്ഞ രുദ്രൻ, അത് കഴിഞ്ഞാൽ ഈശ്വരൻ, ഈ 4 പേര് ദേവിയുടെ ആ തൽപ്പത്തിന്റെ 4 കാലുകളാണ്. അപ്പോൾ ദേവിയെ സദാ പൂജിക്കാൻ വേണ്ടിയിട്ട് ആ തൽപ്പത്തിന്റെ കാലുകളായി നമിച്ചിരിക്കുകയാണ് ആര്? ത്രിമൂർത്തികളും ഈശ്വരനും. അത് കഴിഞ്ഞാൽ ദേവിയുടെ ആ തൽപ്പത്തിന്റെ പലക എന്താണ്? സദാശിവനാണ്. അതിനുശേഷം ആ തൽപ്പത്തിലിരിക്കുന്ന സദാശിവന്റെ മടിയിൽ, കാമേശ്വരന്റെ മടിയിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പോ ദേവിയെ പൂജിക്കുന്നത് ആരാണ്? മഹാപൂജ്യ. ഏറ്റവും മഹത്തുക്കളായിട്ടുള്ള പഞ്ചദേവതകളാണ് ദേവിയെ പഞ്ചബ്രഹ്മാസന സ്ഥിത. അത് ഇത്രയും ഗംഭീരമായിട്ടുള്ള ത്രിമൂർത്തികളും അത് കഴിഞ്ഞാൽ ഈശ്വരനും സദാശിവനും സദാ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിയെ. അതുകൊണ്ട് ദേവി മഹാപൂജ്യ. ഇനിയോ, ദേവി പല വിഗ്രഹങ്ങളിൽ പൂജിക്കപ്പെടുന്നു, പല ചക്രങ്ങളിൽ പൂജിക്കപ്പെടുന്നു,
പല യന്ത്രങ്ങളിൽ പൂജിക്കപ്പെടുന്നു, പല മന്ത്രങ്ങളാൽ പൂജിക്കപ്പെടുന്നു, സമയാചാരത്തിൽ പൂജിക്കപ്പെടുന്നു, അതുപോലെ തന്നെ കൗളമാർഗത്തിൽ പൂജിക്കപ്പെടുന്നു. അപ്പോൾ നോക്കൂ, ഈ എല്ലാവിധ കാര്യങ്ങളിലും പൂജിക്കപ്പെടുന്ന ദേവി ഏതൊക്കെ ഉപാസകരാൽ, ഏതൊക്കെ ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്നുവോ അതുകൊണ്ട് ദേവി മഹാപൂജയാണ്. ഇനി ഈ ലോകത്ത് ഒരു വിധിയും ബാക്കിയില്ല ദേവിയെ പൂജിക്കാൻ. അതുകൊണ്ട് പല വിഗ്രഹങ്ങളാൽ, പല യന്ത്രങ്ങളാൽ, പല മന്ത്രങ്ങളാൽ പൂജിക്കപ്പെടുന്ന ദേവി മഹാപൂജ. അപ്പോ ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കുന്നത് ദേവിയുടെ ആ ശക്തിയെയാണ്. ദേവി പ്രപഞ്ച സ്വരൂപിണിയായ ദേവിയുടെ ആ അക്സെപ്റ്റബിലിറ്റി ആണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ദേവി മഹാപൂജ. 214 നാമമാണ് മഹാപാതകനാശിനി. അപ്പൊ നോക്കാം, മഹാപാതകനാശിനി. മഹാപാതകം എന്ന് പറഞ്ഞാൽ എല്ലാവിധ പാപങ്ങളും, അതിനാണ് പാതകം എന്ന് പറയുന്നത്. അപ്പോ പൊതുവെ ലൗകിക ജീവിതത്തില് ഒരു മനുഷ്യന് കർമ്മനിരതനാവണം. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ ധാരാളം പാപങ്ങളില് നിത്യജീവിതത്തിൽ കുടുങ്ങിപ്പോവും ആളുകൾ പലതരത്തിലും. അത് കാരണം ആ പാപങ്ങളൊക്കെ നമ്മുടെ കർമ്മത്തില് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ദേവി സ്മരണം, ദേവി ഭജനം, ദേവി ഉപാസന, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാപങ്ങളൊക്കെ, ആ പാതകങ്ങളെല്ലാം നശിപ്പിക്കാൻ ശക്തയാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാപാതകനാശിനി. ഇനി നമുക്ക് നോക്കാം, പാതകവും മഹാപാതകവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഒന്ന് നോക്കാം. പാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു ജന്മം കൊണ്ട് തീർക്കാവുന്ന പാപങ്ങളെയാണ് പാതകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പൂർവ്വജന്മത്തിൽ നിന്നോ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ നിന്നോ ആർജിച്ച് വന്നിരിക്കുന്ന, ഈ ജന്മത്തിലും ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം ഈ ജന്മം കൊണ്ട് തന്നെ തീർന്നു പോകുന്നെങ്കിൽ അതിന് പാതകം എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ജന്മം കൊണ്ട് തീർന്നു പോകുമെങ്കിൽ. മഹാപാതകം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ട് അനുഭവിക്കേണ്ട പാതകമാണ് നമുക്കുള്ളത് എങ്കിൽ അതിനെ മഹാപാതകം എന്ന് പറയും. അപ്പോൾ പാപം ചെയ്ത് ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ മുക്തി കിട്ടും എന്നുള്ളതല്ല. ദേവി നമ്മളെ ആ പാപത്തിൻ്റെ ഗാംഭീര്യം, ദേവി ഭജന ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 10 ജന്മങ്ങളിൽ പാപം അനുഭവിക്കേണ്ടതാണെങ്കിൽ ദേവിയുടെ ആ ഭജന കൊണ്ട് അല്ലെങ്കിൽ ദേവിയുടെ സാധന കൊണ്ട് നമുക്ക് ആ 10 ജന്മത്തിൽ നിന്നും അതിനെ കുറച്ച്, നമുക്ക് അതിൻ്റെ കാഠിന്യം കുറച്ച്, ചിലപ്പോൾ 2 ജന്മത്തിലോ 3 ജന്മത്തിലോ ദേവി അതിനെ നമുക്ക് ലയിപ്പിച്ചു തരും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇനിയും പാപം ചെയ്യാനുള്ള നമ്മുടെ വാസനകളെ ദേവി നശിപ്പിച്ചു തരും. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഈ മഹാപാതകനാശിനി എന്നുള്ള രീതിയിൽ ദേവി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തൻ്റെ ഭക്തരുടെ പാപങ്ങളെ ദേവി നശിപ്പിക്കും എപ്പോൾ? ദേവിയെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് തീർച്ചയാണ്. 215 നാമമാണ് മഹാമായ. മായ, എല്ലാം മായയാണ്. ദേവി മായ എന്നുള്ള നാമത്തിൽ തന്നെ അറിയപ്പെടുന്നതാണ്. മായ എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ എല്ലാം, നമ്മൾക്ക് കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും മായയാണ്. അപ്പോൾ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കർമ്മങ്ങളാണ്, അല്ലെങ്കിൽ കർമ്മത്തിൽ കുടുങ്ങിയ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ മായ എന്ന് പറഞ്ഞാൽ ജഡത്വം കൂടിയാണ്. ദേവി ചൈതന്യമില്ലാത്ത എല്ലാം മായയാണ്. അപ്പൊ ദേവി തന്നെയാണ് ഈ മായയായിട്ട് നമ്മൾക്ക് മുന്നിൽ ഈ ലീലകളെല്ലാം ആടുന്നത്. പക്ഷേ ആ ദേവി ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ മായയ്ക്ക് ഉപരിയായിട്ട് നമ്മൾ അവിടെ ദേവിയെ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ദേവി മഹാമായയാണ്. കാരണം ദേവിയുടെ വിലാസം തന്നെയാണ് ഈ പ്രപഞ്ചം. ഈ കാണുന്ന എല്ലാതും മഹത്തായ മായാരൂപത്തോടു കൂടിയ ദേവിയാണ്. അപ്പോൾ ദൃശ്യവുമാണ് അദൃശ്യവുമാണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം, അവയുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, അവയെ എങ്ങനെ പോകണം, അവയെ എപ്പോൾ നിർമ്മിക്കണം, എപ്പോൾ അതിനെ നടത്തിക്കൊണ്ടുപോകണം, എപ്പോൾ അതിനെ സംഹരിക്കണം, ഇതെല്ലാം ദേവി തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ദേവി മഹാമായ എന്നറിയപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനെയും അതുപോലെ തന്നെ വളരെ ജ്ഞാനിയായ ആളുകളെയും ദേവി തന്റെ മായയിൽ കുടുക്കി വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേവിക്ക് രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല എന്ന് പറഞ്ഞ ആ പാശവും അങ്കുശവും ഒക്കെ കൊടുത്തിരിക്കുന്നത് എല്ലാവരെയും പല രീതിയിൽ തൻ്റെ മായയിൽപ്പെടുത്തി തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വിദ്യ കൂടിയാണത്. മായയിൽ പെട്ട് കഴിഞ്ഞാൽ
പൊതുവേ നമുക്ക് തോന്നും ഇതിന്ന് മോചനം വേണമെന്നുള്ളത്. അതായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദേവിയാണ് ഇതെല്ലാം നയിക്കുന്നത്. ഇപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടു, സൂതികാവായുവിൻ്റെ തള്ളൽ മൂലം ഒരു ശിശു പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ എല്ലാ സ്മൃതിയും നഷ്ടപ്പെട്ടു പോവുകയാണ് ആ ശിശുവിന്. അതുകൊണ്ട് അന്ന് മുതൽ കർമ്മബന്ധങ്ങളിൽ ആർജിച്ച എന്തൊക്കെയുണ്ടോ അതെല്ലാം കുറേശ്ശെയായി ചെയ്തു തീർത്ത് പുതിയ കർമ്മങ്ങൾ, പുതിയ പാപങ്ങളും നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഒരു അന്തം വരുത്തണമെങ്കിൽ ദേവിയുടെ കൃപ തന്നെ വേണം. അതുകൊണ്ട് ദേവി മഹാമായ. ഇനി 216 നാമമാണ് മഹാസത്വ. ത്രിഗുണങ്ങള് നമുക്കെല്ലാം അറിയാം. മഹാസത്വം, സത്വഗുണം. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ്? സത്വം, രജസ്, തമസ്, ഇങ്ങനെ 3 ഗുണങ്ങളാണ്. ഒരു ഗുണവും തീർത്തും മോശമെന്ന് പറയാൻ പറ്റില്ല. കാരണം കർമ്മബദ്ധനായ മനുഷ്യന് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണം വേണം. പക്ഷേ ഒരു ഗുണം മാത്രം, തമോ ഗുണം മാത്രമായി കഴിഞ്ഞാൽ അധപ്പതിക്കും. അതുപോലെ തന്നെ രജോ ഗുണവും തമോ ഗുണവും മാത്രമായി സത്വഗുണം ഒട്ടുമില്ലാതിരുന്നാലും അത് അധപ്പതനത്തിൻ്റെ സൂചനയാണ്. അധപ്പതനത്തിലുള്ള ഒരു വഴിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സത്വഗുണവും വേണം, രജോ ഗുണവും വേണം, അത്യാവശ്യത്തിനൊക്കെ തമോ ഗുണം ഉണ്ടായിരിക്കും മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ. ഈ ഗുണങ്ങളിലൊക്കെ ശ്രേഷ്ഠമായ ഗുണമാണ് ഇത് സത്വഗുണം. അതുകൊണ്ട് മഹത്തായ സത്വഗുണത്തോടു കൂടിയതാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് മഹാസത്വ എന്ന് പേര്. ഇനിയോ സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്മ, മറ്റൊരർത്ഥം ഉണ്മ. അതുപോലെ ചൈതന്യത്തെ സത്വം എന്ന് പറയും. നല്ല ബലം, അതുപോലെ തന്നെ ധൈര്യം, വീര്യം, ജീവൻ, ഇതിനൊക്കെ സത്വം എന്ന് പദം ഉപയോഗിക്കും. അപ്പോൾ മഹാ എന്നതിൻ്റെ ഒക്കെ മുന്നിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മഹത്തായ ഉണ്മ, മഹത്തായ ചൈതന്യം, മഹത്തായ ബലം, മഹത്തായ ധൈര്യം. ഇതെല്ലാം ദേവിയുടെ ആ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെ മഹാസത്വ എന്നുള്ള നാമത്താൽ വിശേഷിക്കപ്പെടുന്നു. അപ്പോൾ പൊതുവെ നമ്മെ മോക്ഷത്തിൻ്റെ പാതയിലേക്ക് ഉയർത്തുന്ന എല്ലാം സത്വഗുണമാണ്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് കരുതുക. നമ്മൾ ദ്രാവകങ്ങളിൽ ശുദ്ധജലം, അതിൽ തന്നെ ഗംഗാജലം ഏറ്റവും നിർമ്മലമാണ്, ഏറ്റവും സത്വഗുണപ്രധാനമാണ്. അതുപോലെ നമ്മുടെ സ്വഭാവങ്ങളിൽ ക്ഷമ, കാരുണ്യം, ഇതൊക്കെ ശാന്തത, ഇതെല്ലാം എന്താണ്? സത്വഗുണമാണ്. അതേസമയത്ത് രൗദ്രത, ദേഷ്യം, ബീഭത്സമായിട്ടുള്ള നമ്മളുടെ ശബ്ദമുണ്ടാക്കൽ, ഇതൊക്കെ നമ്മളുടെ രജോ തമോ ഗുണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളും സത്വഗുണ പ്രാധാന്യമാണ്. ഇനി ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സത്വഗുണപ്രധാനമായതാണ് പഴവർഗ്ഗങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സത്വഗുണപ്രധാനമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ പൊതുവേ ദേവി ഉപാസകർക്ക് ഒരു വഴി തുറന്നു കിട്ടും, കൈവല്യത്തിനുള്ളത്, മോക്ഷപ്രാപ്തിക്കുള്ളത്. അതുകൊണ്ട് ദേവി മഹാസത്വ എന്ന നാമത്താൽ അറിയപ്പെടുന്നു. ഓം മഹാസത്വയേ നമ. 217 നാമമാണ് മഹാശക്തി. മഹാശക്തി എന്നുള്ള നാമം മഹത്തായ ശക്തിയോട് കൂടിയവൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുമെന്ന്. ശക്തിയെ പറ്റിയിട്ട് ധാരാളം നമ്മൾ വർണ്ണിച്ചിട്ടുണ്ട്. ദേവി തന്നെയാണ് ശക്തി എന്നുള്ളത്. അപ്പോൾ മഹാശക്തിയാണ്, മഹാശക്തി സ്വരൂപിണിയാണ് ദേവി. സർവജനത്തിൻ്റെയും സർവജഗത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരം ദേവിയുടെ ശക്തി കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശക്തി എന്ന വാക്കിനും ഇത് പറയുന്നത് പോലെ ബലം എന്നുള്ള അർത്ഥമുണ്ട്, സാമർഥ്യം എന്നുള്ള അർത്ഥമുണ്ട്, മായ എന്നുള്ള അർത്ഥമുണ്ട്, ആയുധം എന്നുള്ള അർത്ഥമുണ്ട്, ലക്ഷ്മി എന്നുള്ള അർത്ഥമുണ്ട്, ഗണപതി എന്നുള്ള അർത്ഥമുണ്ട്. ഇതിനൊക്കെ ശക്തിക്ക് അർത്ഥമുണ്ട്. പര്യായങ്ങളാണ് പലതരത്തിലും. ഇവിടെയൊക്കെ മഹാ കൂട്ടിക്കഴിഞ്ഞാൽ ബലമുള്ള ദേവിയാണ്, മഹാസാമർഥ്യവതിയാണ് ദേവി, മഹാമായയാണ് ദേവി, മഹത്തായ ആയുധങ്ങൾ ധരിച്ചതാണ് ദേവി. അതുപോലെ തന്നെ മഹാലക്ഷ്മിയാണ് ദേവി, ആ പേര് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മഹാഗണപതിയുമാണ് ദേവി. അപ്പോൾ ദേവി തന്നെയാണ് ഈ നാമങ്ങൾക്കൊക്കെ വിശേഷിപ്പിക്കാവുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവശക്തിയും ദേവി തന്നെ. അതുകൊണ്ട് ദേവി മഹാശക്തി എന്നുള്ള നാമത്താൽ അറിയപ്പെടുന്നു. ഇനിയോ 218 നാമം നോക്കാം. മഹാരഥി. മഹാരഥി എന്ന് പറഞ്ഞാൽ ശരിക്കും രതി എന്ന് പറഞ്ഞാൽ ആനന്ദം, ആ പരമാനന്ദമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് രതി എന്ന് പറയുന്നത്. അപ്പോൾ ആ മഹത്തായ ആനന്ദഭാവത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാരഥി. ഇനിയോ
മറ്റൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് മഹത്തായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. എങ്ങനെയാണ്? കുളാമൃതൈകരസിക. ദേവിയുടെ കുളാമൃതം പാനം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഭക്തൻ ആനന്ദലബ്ധിയിൽ, ആനന്ദസാഗരത്തിൽ ആറാടും എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോ ഭക്തന്മാരെ മഹത്തായ ആനന്ദത്തിൽ ആറാടിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാരഥി. അതുപോലെ ശാശ്വതമായ ആനന്ദം. എല്ലാ ആനന്ദവും ക്ഷണികമാണ്. ഹാപ്പിനെസ്. നമ്മളുടെയൊക്കെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും ജീവിതത്തിൽ എന്താ വേണ്ടത്? ഹാപ്പിനെസ്, സന്തോഷം വേണം. അപ്പോൾ ആ സന്തോഷം കൊടുക്കും. പക്ഷെ പല സന്തോഷങ്ങളും എങ്ങനെയാണ്? ഒരു പകൽ കഴിഞ്ഞാൽ ഒരു രാത്രി ഉള്ളതുപോലെ എല്ലാ ദിവസത്തിനും ഒരു അന്തമുള്ളതുപോലെ ഈ സന്തോഷത്തിനും അത് കഴിഞ്ഞാൽ ഒരു ദുഃഖമുണ്ട്. പക്ഷേ ശാശ്വതമായ ആനന്ദം തൻ്റെ ശരിയായ ഭക്തന്മാർക്ക്, ജ്ഞാനികളായ ഭക്തന്മാർക്ക് കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി എന്ത് പറയുന്നു? മഹാരഥി എന്ന് പറയുന്നു. ഇനി ശാസ്ത്ര സാഹിത്യത്തില് രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൃംഗാരത്തിന്റെ സ്ഥായി ഭാവമാണ് രതി. അപ്പോ സ്ത്രീ പുരുഷ ആസക്തിക്ക് പ്രേരകമായ വസ്തുവാണ് രതി. അപ്പോ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും എവിടുന്നാണ് വരുന്നത്? ഈ രതിയിൽ നിന്നാണ് വരുന്നത്. കാരണം ആനന്ദം വേണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ പ്രപഞ്ചത്തിലെ പല സൃഷ്ടികളും, ആ സൃഷ്ടി നടത്തുന്നതും, എല്ലാ സൃഷ്ടികളും നടത്തുന്നതും പരിപാലിക്കുന്നതും ഈ രതി എന്നുള്ള ആ ഒരു ദേവിയുടെ ക്രീഡയാലാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ആധാരഭൂതയാണ് ദേവി, എല്ലാറ്റിനും അടിസ്ഥാനമാണ് ദേവി. അതുകൊണ്ട് ദേവിയെ മഹാരഥി എന്ന നാമത്തിൽ നമ്മൾ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഓം മഹാരഥിയേ നമ എന്നുള്ള നാമം. അങ്ങനെ നമ്മൾ ഈ 54-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അപ്പോ നമുക്കിനി 55-ാമത്തെ ശ്ലോകം പെട്ടെന്ന് നോക്കാം. മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധി മഹായോഗേശ്വരേശ്വരി. ഇവിടെയും 219 മുതൽ 225 വരെയുള്ള 7 നാമങ്ങളാണ്. മഹാഭോഗ, മഹേശ്വര്യ, മഹാവീര്യ, മഹാബല, മഹാബുദ്ധിർ, മഹാസിദ്ധി, മഹായോഗേശ്വരേശ്വരി. ഓരോ നാമങ്ങളും നമുക്ക് എല്ലാം മഹത്തായ എന്നുള്ള ആ മഹായുള്ള നാമങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പൊതുവെ എളുപ്പമുള്ള നാമങ്ങളാണ്. എങ്കിലും ചില നാമങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ നോക്കാം. നമുക്ക് 219-ാമത്തെ ദേവിയുടെ തിരുനാമമാണ് മഹാഭോഗ. ആഭോഗം എന്ന് പറഞ്ഞാൽ വലുപ്പം, വിസ്താരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ദേവി ഏറ്റവും വിസ്താര രൂപമുള്ളവളാണ്. നമ്മൾ പറഞ്ഞു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാഭോഗ. ഇവിടെ ആഭോഗം, ആഭോഗ എന്നാണ് അവിടെ വരുന്നത്. അപ്പോ ദേവി തന്നെ പ്രപഞ്ച സ്വരൂപിണിയായിട്ട് ചരാചരങ്ങളിൽ മുഴുവൻ വിളങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ദേവി മഹാഭോഗ. ഇനി മഹാഭോഗ എന്ന് കരുതുക. മഹാഭോഗ, ആഭോഗം എന്നുള്ള അർത്ഥമല്ലാതെ ഭോഗം എന്ന് കഴിഞ്ഞാൽ സുഖത്തിനുള്ള സാധനങ്ങളെയാണ് ഭോഗവസ്തുക്കൾ എന്ന് പറയുന്നത്. എന്തൊക്കെ നമുക്ക് സുഖം പകരുന്നുവോ അതൊക്കെ ഭോഗവസ്തുക്കളാണ്. അതുപോലെ സമ്പത്ത് സുഖം തരുന്നതാണ്. സൈന്യം ഒരു രാജാവിന് സുഖം തരുന്നതാണ്. ഇതൊക്കെ ഭോഗങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഭക്തന്മാർക്ക് ഈ ഭോഗങ്ങളെല്ലാം നൽകുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാഭോഗ. ഇനി 220-ാമത്തെ നാമമാണ് മഹൈശ്വര്യ. വീണ്ടും മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ. അപ്പോൾ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അഷ്ടസിദ്ധി നവനിധി, ഇത് രണ്ടും നമ്മൾ ഹനുമാൻ ചാലീസയിൽ കണ്ടിട്ടുണ്ട്. അഷ്ടസിദ്ധി നവനിധിക്കേ ധാത എന്ന്. അഷ്ടസിദ്ധി എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് നോക്കാം. അണിമ, മഹിമ, ലഖിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം. ഈ 8 ഗുണങ്ങളാണ്. ഇത് നമുക്കറിയാം. ഇഷ്ടം പോലെ ചെറുതാകുക, ഇഷ്ടം പോലെ വലുതാകുക, കനം കുറഞ്ഞു തോന്നുക, ഭാരം കൂടുന്നത് പോലെ തോന്നുക, അതുപോലെ തന്നെ ഭരിക്കാൻ, എല്ലാറ്റിനെയും ആജ്ഞയിൽ പിടിച്ചു നിർത്താൻ തോന്നുക, എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ തോന്നുക, വശിത്വം എന്ന് പറഞ്ഞാലുള്ള കഴിവുണ്ടാവുക. അതുപോലെ എല്ലായിടത്തും എത്തുക, അതാണ് പ്രാപ്തി എന്നുള്ള കഴിവ്. അതുപോലെ തന്നെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുക എന്നുള്ള കഴിവും പ്രാപ്തിയാണ്. അതുപോലെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുക, ആ ജ്ഞാനത്തിന്റെ ദീപമായി വിളങ്ങുക, അതാണ് പ്രകാശ്യം. ഇങ്ങനെ അഷ്ടസിദ്ധി ഹനുമാനുണ്ട്, അതുപോലെ പലർക്കും ഉണ്ട്. അപ്പോ അഷ്ടസിദ്ധികളും അതുപോലെ നവനിധികള് നമ്മൾ
ദേവിയുടെ ആദ്യത്തെ വന്ദന ശ്ലോകത്തിൽ തന്നെ കണ്ടു, ദേവി രത്നഘടസ്ഥ രക്തചരണം എന്നാണ്. എവിടെയാണ് ദേവിയുടെ പാദം ഇരിക്കുന്നത്? ആ രത്നഘടത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതില് കുബേരന്റെ നവനിധികളുണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പോ പത്മം, മഹാപത്മം, ശംഖം, മകരം, കച്ചപം, മുകുന്ദം, അതുപോലെ തന്നെ നന്ദം, ഖർഗം, നീലം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ നവനിധികൾ, ആ നിധികളും ദേവിയുടെ കാൽക്കൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഐശ്വര്യവും ദേവി എല്ലാ ഐശ്വര്യമുള്ളതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ സാധകന് എന്ത് വേണമോ അത് മുഴുവൻ, ഇപ്പോൾ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾക്കാണ് സാധന ചെയ്യുന്നതെങ്കിൽ അതെല്ലാം കൊടുക്കാനുള്ള കഴിവ് ദേവിക്കുണ്ട്. സിദ്ധികളും നവനിധികളും കൊടുത്ത് ഐശ്വര്യദായകമാക്കി തീർക്കാൻ ദേവിക്ക് പറ്റും. അതുകൊണ്ട് ദേവി മഹേശ്വര്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 221 നാമം മഹാവീര്യ, മഹത്തായ വീര്യത്തോടു കൂടിയവൾ. വീര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാണ ഊർജത്തെയാണ് വീര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണനായി നിൽക്കുന്നവളാണ് ദേവി. അല്ലെങ്കിൽ ദേവി ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജഡമാണ്. അപ്പൊ ദേവിയുടെ ചൈതന്യം പോയാൽ ജഡമായി മാറി എന്നുള്ളതാണ്. അപ്പൊ ജഡാവസ്ഥയിൽ നിന്നും ചൈതന്യം കൊടുക്കുന്ന ആളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാവീര്യ. ഇനി വീര്യം എന്നുള്ളതിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീര്യം ബലം, വീര്യം തേജസ്, വീര്യം എന്ന് പറഞ്ഞാൽ പരാക്രമം, അല്ലെ? വീര്യം എന്ന് പറഞ്ഞാൽ രേതസ് അല്ലെങ്കിൽ ബീജം. അതുപോലെ വീര്യം എന്ന് പറഞ്ഞാൽ ഔഷധികളിലുള്ള ഔഷധ ഗുണത്തെ വീര്യം എന്ന് പറയും. നല്ല ഗുണമുള്ള വീര്യമുള്ള ചെടിയാണെന്ന് പറയും, ഔഷധ ഗുണമുള്ള ചെടിയാണെന്ന് പറയും. അപ്പോ അതിനെയും കൂടി എന്ത് പറയും നമ്മള്? ഔഷധികളിലെ ഔഷധ ഗുണം തന്നെ വീര്യം എന്ന് പറയും. ഇതിലൊക്കെ മഹാ എന്ന് കൂട്ടിയാൽ മതി. മഹാബലവാൻ ആയിരിക്കുന്നതാണ് ദേവി. മഹാഘോരരൂപിണിയാണ് ദേവി എന്ന് പറയാം. അതുപോലെ മഹാ തേജസ്വിയാണ് രൂപി, മഹാപരാക്രമയാണ് ദേവി. അതുപോലെ ദേവി തന്നെയാണ് രേതസ്സും ബീജവുമായിട്ട് ചരാചരങ്ങളിലെ ഉൽപ്പത്തിക്ക് ഇവിടെ തൻ്റെ മായകളാൽ ഉൽപ്പത്തി നടത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ഔഷധ ചെടികളുടെ സസ്യങ്ങളുടെ മുഴുവൻ ഔഷധ രൂപമായിരിക്കുന്നത് ദേവി തന്നെയാണ്. അങ്ങനെ മഹാവീര്യ, ആ മഹത്തായ തേജസ്സോട് കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാവീര്യ എന്നറിയപ്പെടുന്നു. ഇനി 222 നാമമാണ് മഹാബല. അപ്പോ മഹാബല എന്ന് പറഞ്ഞാൽ മഹത്തായ അതിശക്തിയുള്ള ബലത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാബല എന്നറിയുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? സർവ്വലോകത്തിനും ബീജഭൂതയാണ് ദേവി. ആ ദേവിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ മുളച്ചുണ്ടാകുന്നത്. അതുകൊണ്ട് ദേവിയെ മഹാബല എന്ന് പറയുന്നു. ബലം എന്തൊക്കെയാണ്? ബലം എന്നുള്ള ശക്തി ബലമാണ്, പുഷ്ടി ബലമാണ്, ഉറപ്പ് ബലമാണ്. മുളച്ചു വരുമ്പോഴും ബല എന്ന് പറയും അതിന്. അതുപോലെ തന്നെ വീര്യത്തിനെയും അല്ലെങ്കിൽ രേതസ്സിനെയും ബലം എന്ന് പറയും. അപ്പോ ഇതെല്ലാം ദേവി തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കൂടെ മഹാ എന്ന് കൂട്ടിക്കോളൂ, എങ്കിൽ ദേവി മഹാബലയായി മാറും. പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തിയും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി മഹാബല. ഇനി ഇവിടെ ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാം. ബലം എന്ന് പറഞ്ഞാൽ കാക്ക എന്നുള്ളൊരർത്ഥമുണ്ട്. ക്രോ, നമ്മുടെ കാക്ക. ഇപ്പോ യോഗാവാസിഷ്ടം പരിചയം കുറച്ച് കുറവായിരിക്കും പലർക്കും. വസിഷ്ഠന്റെ ഉപദേശമാണ് യോഗാവാസിഷ്ടം. ആർക്ക് കൊടുത്തതാണ്? ശ്രീരാമചന്ദ്ര ഭഗവാന്. എപ്പോ? അദ്ദേഹത്തിന്റെ കൗമാരദശ കഴിഞ്ഞ് യൗവനദശയിലേക്ക് പോകുന്ന സമയത്ത് കൊടുത്തതാണ് യോഗാവാസിഷ്ടം എന്ന ഉപദേശം. വാൽമീകി രാമായണത്തില് 25,000 ശ്ലോകങ്ങളായിരിക്കും ഏകദേശം. അതേസമയത്ത് യോഗാവാസിഷ്ടത്തില് 32,000 ശ്ലോകങ്ങളാണ്. അപ്പൊ എത്ര ബൃഹത്താണ് യോഗാവാസിഷ്ടം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ യോഗാവാസിഷ്ടം എന്താണ്? യോഗാവാസിഷ്ടം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ സമയത്ത് തൻ്റെ ദേശത്തിലെ ചന്ദ്ര ഭഗവാൻ ഒരു എന്താണ് ഇപ്പം പറയാ, നമ്മള് തീർത്ഥയാത്ര നടത്തുകയാണ്. പര്യടനം എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തീർത്ഥയാത്ര നടത്തുകയാണ്. എല്ലാം കണ്ടറിയാനും മനസ്സിലാക്കാനും സ്വയം തന്നെ തൻ്റെ പ്രജകൾക്കും തന്നെ ഈ പ്രപഞ്ചത്തിന് സമർപ്പിക്കാനുള്ള മനോഭാവത്തോടു കൂടി അദ്ദേഹം തീർത്ഥയാത്ര നടത്തുകയാണ്. തീർത്ഥയാത്ര നടത്തി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വളരെ മ്ലാന മുഖനായിട്ടാണ് വരുന്നത്. എല്ലായിടത്തും ദുരിതങ്ങള്, ദുഃഖങ്ങള്, പീഡകള്, രോഗങ്ങള്, പട്ടിണി, എല്ലാം, വരൾച്ച, ഇങ്ങനെ ലോകം മുഴുവൻ എവിടെയൊക്കെ സഞ്ചരിച്ചുവോ അവിടെ എല്ലാം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി.
വസിഷ്ഠനോട് അദ്ദേഹത്തിന്റെ ഗുരുവിനോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഈ ജീവിതം എന്തിനാ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ പ്രാണികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഇങ്ങനെ ദുഃഖം ഉണ്ടാവുന്നത്? അടിക്കടി ദുഃഖം എന്തുകൊണ്ടാണ് വരുന്നത്? എന്താണ് മായ? എന്താണ് യാഥാർത്ഥ്യം? എല്ലാം മായയാണെന്ന് പറയും, സർവ്വം മായയാണെന്ന് പറയും. അപ്പോൾ യാഥാർത്ഥ്യം എന്താണ്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ, എങ്ങനെ സുസ്ഥിരമായിട്ടുള്ള സ്വസ്ഥത അല്ലെങ്കിൽ ശാന്തി നേടാം? ഇങ്ങനെ 4 ചോദ്യം ഈ വ്യസനമുഖനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നതാണ് വസിഷ്ഠനോട്. അപ്പോൾ വസിഷ്ഠൻ കൊടുക്കുന്ന ഉപദേശമാണ് യോഗാവാസിഷ്ഠത്തിലുള്ള ഗംഭീര മന്ത്രങ്ങളാണ്. നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തത്വങ്ങളാണ് യോഗാവാസിഷ്ഠത്തിൽ അടങ്ങിയിരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ അതും പറ്റും എന്ന് നമുക്ക് ഒരു മോഹം മനസ്സിൽ വെക്കാം. അങ്ങനെ യോഗാവാസിഷ്ഠത്തില് ഒരു എന്താ പറയുക, ഭൂസുണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാക്ക, ആ കാക്കയുടെ പേര് തന്നെ ഭൂസുണ്ടനാണ്. ഒരു കാക്കയായി ജനിച്ചിട്ട് ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണിത്. വസിഷ്ഠൻ 21 സോദരന്മാരുണ്ട് ഭൂസുണ്ടന്. ആ 21 സോദരന്മാര് ബ്രാഹ്മി രൂപത്തിലുള്ള ദേവിയുടെ, നമ്മൾ അടുത്തൊരു നാമത്തിൽ വരും, അത് നമ്മൾ എത്തുകയാണെങ്കിൽ ബ്രാഹ്മി രൂപത്തിലെ മാഹേശി, ബ്രാഹ്മി എന്നൊക്കെ പറഞ്ഞ ദേവിയുടെ രൂപങ്ങളുണ്ട്. ആ ബ്രാഹ്മി രൂപത്തിലുള്ള ദേവിയെ തൻ്റെ 21 സഹോദരന്മാരുമായിട്ട് ചിരകാലം അദ്ദേഹം ആരാധിക്കുകയാണ്. തൻ്റെ ആ കാക്ക, അതാണ് കാകന്റെ ജന്മം പോലും മോക്ഷപ്രാപ്തിക്ക് തുല്യമാവും എന്നുള്ളതാണ്. ആ പഴയ കാലത്തെ ജന്മത്തിൽ നല്ല കാര്യം ചെയ്തു കാണും. എന്തായാലും തൻ്റെ 21 സഹോദരന്മാർക്കും അവർ മോക്ഷം കൊടുക്കുകയാണ്. അങ്ങനെ കൈവല്യ പദം പ്രാപിക്കുകയാണ് ആ കാക്കയും, ഭൂസുണ്ടൻ എന്നുള്ള കാക്കയും 21 സഹോദരന്മാരും ഇങ്ങനെ ഈ ബ്രാഹ്മി രൂപത്തിലുള്ള ദേവിയെ ആരാധിച്ച്. അപ്പോൾ ദേവി ഇവിടെ മഹാബല എന്ന് പറയുന്നത് ആ കാക്കയ്ക്ക് പോലും ആ മഹത്തായിട്ടുള്ള മോക്ഷം കൊടുത്തിരിക്കുന്ന ദേവി എന്ന് പറയാം. ഇവിടെ മഹാബല എന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ ഈ നാമത്തിൽ. ഇനി 223 നാമത്തിലേക്ക് പോവാം. മഹാബുദ്ധി. മഹാബുദ്ധി എന്ന് പറഞ്ഞാൽ മഹത്തായ ബുദ്ധിയോട് കൂടിയവൾ. അപ്പൊ ദേവി തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ ബുദ്ധിയും. നമ്മൾ എങ്ങനെയാണ് യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. അപ്പോ ബുദ്ധിരൂപേണ സംസ്ഥിതയാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാബുദ്ധിയാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലെയും നിറഞ്ഞു നിൽക്കുന്ന വിവേചന ശക്തി ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി മഹാബുദ്ധിയാണ്. അതുപോലെ തന്നെ തൻ്റെ ഉപാസകരില് ഉത്കൃഷ്ടമായ ബുദ്ധിയായിട്ട് ദേവി വിളങ്ങും. ദേവി അവരിൽ നിന്നും ആ എല്ലാവിധ എന്താ പറയുക പാപകർമ്മങ്ങളെല്ലാം മാറ്റി നിർത്തി ശോഭനമായിട്ട്, ഉത്കൃഷ്ടമായിട്ട്, ഉജ്ജ്വലമായിട്ട്, ബുദ്ധിയായിട്ട്, ധീയായിട്ട് ദേവി തിളങ്ങി നിൽക്കും. അതുകൊണ്ട് ദേവി മഹാബുദ്ധി. അപ്പോ ഒരു ശ്രുതിവാക്യം ഉണ്ട്. എന്താണ്? യസ്മിൻ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം സ്യാൽ എന്നുള്ള ഒരു ശ്രുതിവാക്യമുണ്ട്. ഇത് പറയുന്നത് എന്താണ്? തൻ്റെ ഉപാസകരിൽ മഹതിയായിരിക്കുന്ന ബുദ്ധി യാതൊരു ദേവിയാൽ ഉണ്ടാകുന്നുവോ ആ ദേവിയാണ് ഈ മഹാബുദ്ധിയായിട്ടുള്ള ദേവി. അപ്പോ ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ധീ അല്ലെങ്കിൽ ബുദ്ധി. അതുകൊണ്ട് നമുക്ക് മഹാബുദ്ധി എന്ന് പറഞ്ഞ ദേവിയെ വണങ്ങാം. 223 നാമം. 224 നാമമാണ് മഹാസിദ്ധി. അപ്പോ മഹാസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അഷ്ടസിദ്ധികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അണിമാതി അഷ്ടസിദ്ധികളുണ്ട്. ആ സിദ്ധികളെല്ലാം ദേവിയില് പ്രാപിച്ചിരിക്കുകയാണ്. ദേവിയുടെ നവദുർഗകളിലെ അവസാനത്തെ രൂപമാണ് സിദ്ധിദാത്രി. അപ്പോൾ സിദ്ധിദാത്രി കൂടിയാണ് ദേവി. എല്ലാവിധ സിദ്ധികളും ദേവിയില് നിറഞ്ഞു നിൽക്കുകയാണ്. ദേവി അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഉപാസകർക്ക്, അതുകൊണ്ട് ദേവി ഭക്തർക്ക്. അതുകൊണ്ട് ദേവി മഹാസിദ്ധിയാണ് ദേവി. അതുപോലെ തന്നെ വേറെ സ്കന്ദപുരാണത്തിലെ അഷ്ടസിദ്ധികൾ വേറെ പറയുന്നുണ്ട്. രസവാദം എന്നൊക്കെ പറഞ്ഞ് സുഖ ദുഃഖ തുല്യമായിട്ട് അനുഭവിക്കാനുള്ള ശക്തി, ഇതൊക്കെ ഇങ്ങനെ അഷ്ടസിദ്ധികൾ വേറെ 8 സിദ്ധികളുണ്ട്. നമ്മൾ ഈ ശരിയായിട്ടുള്ള മണിമ ഗരിമ അല്ലാതെയും അഷ്ടസിദ്ധികളുണ്ട്. അതൊക്കെ ദേവിയിലുണ്ടെങ്കിൽ അതും ദേവിയാണ്. അത് മഹാസിദ്ധി എന്ന് അങ്ങനെ ദേവിയെ പറയാം. അപ്പോൾ വേറെ സിദ്ധി എന്താണ്? ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച് ഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ ഫ്രഞ്ച് സംസാരിക്കുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരാൾ എത്തിച്ചേരുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ നൃത്തത്തിന്റെ ഒന്നോ രണ്ടോ ചുവടുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ഇതെന്താണ്? ഈ സിദ്ധിയാണ്, ശരിക്കും സഹജ സിദ്ധിയാണത്, പൂർവ്വജന്മത്തിൽ നിന്നും കൊണ്ടുവന്നതാണിത്. അതുപോലെ തന്നെ അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് നല്ല വാസനകൾ പെട്ടെന്ന് കിട്ടുന്നത്. ഇനി ചിലർക്ക് ആ വാസന കുറച്ചുണ്ടായിരിക്കും. അതിന് എന്ത് ചെയ്യണം? അഭ്യാസം ചെയ്തിട്ട് അതിനെ നമ്മൾ കൂട്ടി 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 കൊണ്ടുവരണം. അതിനെ അഭ്യാസ സിദ്ധി എന്ന് പറയും. അതുപോലെ തന്നെ ദേവിയെ പോലെ നമ്മൾ ഉപാസിച്ചിട്ട് ഒരു കാര്യം നമ്മൾക്ക് അറിയില്ല, ആ കാര്യത്തെ നമ്മൾ ഉപാസിച്ച് നമ്മൾ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആ സിദ്ധി നമ്മൾക്ക് ദേവിയുടെ കൃപ കൊണ്ട് കിട്ടുന്നു. അതാണ് ഉപാസനാ സിദ്ധി എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് ഉപാസിച്ച് കിട്ടാം. അത് നമ്മൾക്ക് ഹനുമാൻ ചാലീസയിലും നമ്മൾ കണ്ടു, ഹനുമാൻജിയെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സിദ്ധി വരുന്നതെന്ന്. അതേപോലെയാണ് ഇവിടെയും. അപ്പോൾ ഇങ്ങനെ സഹജസിദ്ധി, അതുപോലെ അഭ്യാസ സിദ്ധി, അതുപോലെ ഉപാസനാ സിദ്ധി എന്ന് പറഞ്ഞ സിദ്ധികളുണ്ട്. ഈ സിദ്ധികളിലൊക്കെ വലുതാണ് ദേവി. ആ ദേവി അതിൻ്റെ എല്ലാം ഇരിപ്പിടമാണ്. അതുകൊണ്ട് ദേവിയെ മഹാസിദ്ധി എന്ന് പറയുന്നു. ആ മഹാസിദ്ധിയെ നമ എന്നുള്ള നാമം പറഞ്ഞ് നമുക്ക് ദേവിയെ ഇവിടെ വന്ദിക്കാം. വീണ്ടും നമ്മൾ 225 നാമത്തിലേക്ക് പോവുകയാണ്. മഹായോഗേശ്വരേശ്വരി, അതാണ് 225 നാമം. മഹായോഗേശ്വരേശ്വരൻ ആരാണ്? സാക്ഷാൽ പരമശിവനാണ് മഹായോഗേശ്വരേശ്വരൻ. അപ്പോ ആ ശിവന്റെ പത്നിയാണ് മഹായോഗേശ്വരേശ്വരി, അല്ലെ? ഇവിടെ ശരിക്കും യോഗം എന്നുള്ള അർത്ഥം എന്താണ്? ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ സംയോഗത്തിനെയാണ് യോഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഗ എന്നും വരുന്നത്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രാണവായുവിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ വൃത്തികളെല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയിട്ട് നമ്മൾ നമ്മുടെ ആത്മാവിനെ പരമാത്മാവിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് യോഗം എന്ന് പറയുന്നത്. അപ്പോ യോഗം നമ്മൾ നോക്കുകയാണെങ്കിൽ നിർവികൽപ്പ സമാധി എന്ന അവസ്ഥയെ പ്രാപിച്ച യോഗിയാണ് ആര്? മഹായോഗേശ്വരേശ്വരൻ. നിർവികൽപ്പ സമാധി എന്നുള്ള അവസ്ഥയെ പ്രാപിച്ച പരമശിവനാണ് മഹായോഗേശ്വരേശ്വരൻ. ആദിയോഗികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 8 യോഗികളും അവര് മഹാമഹർഷിമാരായിരുന്നതും. അപ്പോ അവർക്ക് ഈ മഹേശ്വരന്, മഹായോഗേശ്വരേശ്വരനായ മഹേശ്വരന് ഈശ്വരിയായവളാണ് ആര്? മഹായോഗേശ്വരേശ്വരി. നമുക്ക് നോക്കാം. യോഗത്തിന്റെ 8 അംഗങ്ങൾ: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 അവസ്ഥകളാണ് യോഗത്തിനുള്ളത്. അതിനകത്ത് 8ാമത്തെ അവസ്ഥയാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആ പരമതത്വത്തില് ലയിച്ച അവസ്ഥയിലേക്ക് വരികയാണ്. ചിലപ്പോ 1 മിനിറ്റോ 2 മിനിറ്റോ, അങ്ങനെ വളരെ മഹായോഗിയായി കഴിഞ്ഞാൽ കുറേ സമയം ആ അവസ്ഥയിൽ ഇരിക്കാൻ പറ്റും. അപ്പോ ആ അവസ്ഥയിൽ ഒരു യോഗി അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുന്നതാണ് എന്ത്? നിർവികൽപ്പ സമാധി. അതിനെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള മഹർഷിമാര് അവർക്ക് ഈ നിർവികൽപ്പ സമാധി ആസ്വദിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ സമാധി എന്നുള്ള ഈ 8 യോഗത്തിന്റെ 8ാമത്തെ അവസ്ഥയായിട്ടുള്ള സമാധിയുടെ ഏറ്റവും പരമകാഷ്ഠയാണ് നിർവികൽപ്പ സമാധി. ആ നിർവികൽപ്പ സമാധി പരമശിവൻ ഉണ്ടാവുന്ന സമയമാണ് അദ്ദേഹത്തെ മഹായോഗേശ്വരേശ്വരൻ എന്ന് വിളിക്കും. ആ ഈശ്വരന്റെ ഈശ്വരിയാണ് മഹായോഗേശ്വരേശ്വരി. അപ്പൊ നോക്കൂ, ദേവി ശരിക്കും എന്താ സഹസ്രാര ചക്രം ത്തിലെത്തി ഭേദിച്ച് അവിടെ ഇരിക്കുന്ന പരമശിവനെ പ്രാപിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് മഹായോഗേശ്വരേശ്വരിയായി മാറുന്നത്. ആ ദേവിക്ക് നമസ്കാരം. മഹായോഗേശ്വരേശ്വരി എന്ന നാമത്താൽ 225. അങ്ങനെ ശ്ലോകം 55 കഴിഞ്ഞു. ഇന്ന് നമുക്ക് ശ്ലോകം 56ലേക്ക് പോകാം. മഹാ എന്നുള്ള നാമങ്ങളാണ്. വേഗം വേഗം പോവാം നമുക്ക്. മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര, മഹാസന, മഹായാഗക്രമാരാധ്യ, മഹാഭൈരവ പൂജിത. എല്ലാം മഹാൻ. ഇതെല്ലാം നമ്മൾ കണ്ട നാമങ്ങളാണ്. നമുക്ക് വളരെ എളുപ്പമാണ് ഈ നാമങ്ങളെ പെട്ടെന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ. മഹാതന്ത്ര, തന്ത്രം നമ്മൾ ശരിക്കും കണ്ടതാണ് തന്ത്രവിദ്യ എന്താന്നുള്ളത്. അപ്പോൾ മഹത്തായ തന്ത്രം, അതാണ് ദേവി. അപ്പോൾ ആരാധനയ്ക്കുള്ള വിവിധ വിധികളാണ് ഈ തന്ത്രങ്ങളൊക്കെ, തന്ത്രവിദ്യ. അപ്പോൾ
ഈ ഭൂലോകത്തെ ഏറ്റവും മഹത്തായ തന്ത്രവിദ്യകളുടെ സ്വരൂപമാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാതന്ത്ര എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശരിക്കും മഹാദേവൻ 64 തന്ത്രങ്ങളെ നിർമ്മിച്ചു അത്രേ, ദേവതകളെ ഉപാസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അവയെല്ലാം എന്താണ് നമുക്ക് തരുന്നത്? സിദ്ധികളെ തരും, വിവിധ സിദ്ധികളെ തരും. ഇപ്പൊ നമുക്കറിയാം, പല കാര്യങ്ങളും നമ്മളെ മോക്ഷത്തെ പ്രാപിക്കാൻ ഇങ്ങനത്തെ തന്ത്രങ്ങളൊന്നും പെട്ടെന്ന് നമ്മൾക്ക് തരില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ശ്രീവിദ്യ രൂപത്തിലുള്ള തന്ത്രവിദ്യ. ആ തന്ത്രവിദ്യ തന്നെ ദേവി തന്നെയാണ് ശ്രീവിദ്യ. അതുകൊണ്ട് ആ തന്ത്രവിദ്യ ശരിക്കും സാധകനെ മോക്ഷത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ ഈ 64 തന്ത്രവിദ്യകൾ പരിശീലിച്ചാലും അതിലൊക്കെ മുന്നിലാണ് ശ്രീവിദ്യാ തന്ത്രം എന്നുള്ള വിദ്യ. അതുകൊണ്ട് ശ്രീവിദ്യാ ഉപാസകര് പെട്ടെന്ന് തന്നെ കൈവല്യ പ്രാപ്തിയിലേക്ക് പോകും. അതുകൊണ്ട് മഹാതന്ത്ര എന്ന് ദേവിയെ പറയുന്നു. ഇവിടെ 35-ാമത്തെ സൗന്ദര്യലഹരിയിലെ ശ്ലോകം എങ്ങനെയാണ്? കരുണാമയിയായ ദേവി ലോകരെ സംസാരത്തിലേക്ക് തള്ളിയിടുന്നത് നിർത്തുവാൻ ഉണ്ടാക്കിയ തന്ത്രമാണ് ശ്രീവിദ്യ എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ദേവിയുടെ അത്രയും കരുണ ഭക്തരിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ ദേവി കൊടുത്ത ഒരു വിദ്യയാണ് ശ്രീവിദ്യാ തന്ത്രം. ആ തന്ത്രമാണ് എല്ലാവരെയും മുക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്നാണ് ആചാര്യസ്വാമികള് സൗന്ദര്യലഹരിയിൽ പറയുന്നത്. 35-ാമത്തെ ശ്ലോകത്തില് ദേവി അതുകൊണ്ട് മഹാതന്ത്ര എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു, ആരാധിക്കപ്പെടുന്നു. ഓം മഹാതന്ത്രയേ നമ. 227-ാമത്തെ നാമം മഹാമന്ത്ര. ഇതും നമ്മൾ കണ്ടാണ്. മന്ത്രവും തന്ത്രവും യന്ത്രവും മൂന്നും നമ്മൾ കണ്ടതാണ്. മഹത്തായ മന്ത്രങ്ങളോട് കൂടിയവൾ. ഇവിടെ ഇനി മന്ത്രങ്ങളെ നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു, ഭൗതിക തലത്തിലും മോക്ഷത്തിലുമൊക്കെ എങ്ങനെ അതിനെ ഉപയോഗിക്കണമെന്ന്. ഇപ്പോ ശരിക്കും മന്ത്രം എന്ന് പറഞ്ഞാൽ പല മന്ത്രങ്ങളിലും ബീജാക്ഷരങ്ങളാണ്. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. അപ്പൊ ദേവി തന്നെയാണ് ഈ ബീജാക്ഷരങ്ങൾ. ശ്രീവിദ്യാ മന്ത്രം നമ്മൾ അതിൻ്റെ പെരിഫറലി കണ്ടു, കാരണം ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ടതാണ് ശ്രീവിദ്യാ മന്ത്രം. എന്നാലും ശ്രീവിദ്യാ മന്ത്രം എന്താണെന്നും അതിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടു. ശ്രീവിദ്യാ മന്ത്രം അത്യുത്തമമാണ്, ശ്രേഷ്ഠമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ വശ്യം അതുപോലെ മാരണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ആകർഷണം അതുപോലെ ഉച്ചാടനം, ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇതെല്ലാം നമ്മൾ ഭൗതിക തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും വലിയ ഉപയോഗങ്ങളില്ലാത്ത അവസ്ഥ വരും. അതൊന്നും മോക്ഷ കാരണമാവില്ല. അതേ സമയത്ത് ശ്രീവിദ്യാ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ എന്താണ്? ശ്രേഷ്ഠമായ മോക്ഷപ്രാപ്തി തീർച്ചയായും കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മഹാമന്ത്രസിദ്ധിക്ക് ഭക്തരെ പ്രാപ്തരാക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് മഹാമന്ത്ര എന്നുള്ള നാമം. ഇനി മഹായന്ത്ര 228, മഹത്തായ യന്ത്രങ്ങളായവൾ. അപ്പോ ശ്രീചക്രരൂപിണിയാണ് ദേവി. ദേവിയുടെ രൂപം തന്നെയാണ് ശ്രീചക്രം. അഖില പുരുഷാർത്ഥദായിനിയാണ് ശ്രീചക്രം. ഇനി ഒന്നും ബാക്കിയില്ല എന്നുള്ളതാണ്. എല്ലാം കൊടുത്ത് പുരുഷാർത്ഥം സമാപിപ്പിച്ച് നമുക്ക് മോക്ഷം തരുന്ന ആ ഒരു യന്ത്രമാണ് ശ്രീചക്രം. ശ്രീചക്രം ദേവീ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ദേവിയുടെ ശരീരം തന്നെയാണ്. നമ്മൾ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം ഇതൊക്കെ നമ്മൾ കണ്ടു വളരെ ഡീറ്റെയിൽ ആയിട്ട്. 2 കാര്യങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും പറയാം. നിങ്ങൾ വായിക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, കുണ്ടലിനി എന്താണെന്ന്, മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള കുണ്ടലിനിയും അതിൻ്റെ ഇടയിലുള്ള ചക്രങ്ങളും അതിൻ്റെ പ്രായാണവും ഇടപിംഗള സുഷ്മന നാഡിയും കൃത്യമായിട്ട് ഇവിടെയുള്ള ഓരോരുത്തർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ നമ്മളിവിടെ എന്താണ് പറഞ്ഞത്, ശ്രീചക്ര രൂപിണിയായിട്ടുള്ള ദേവി, ആ ദേവിയുടെ ആരാധന എങ്ങനെയാണ് ഓരോ ക്രമത്തിൽ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പറ്റി എന്നുള്ളത്, ഇത് നമ്മൾ എല്ലാ നാമങ്ങളിലും വീണ്ടും വീണ്ടും ഉച്ചരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ദേവിയുടെ ആ രൂപം, ദേവിയുടെ ആ സിദ്ധി എല്ലാം നമ്മൾക്ക് അറിയാവുന്നത് കൊണ്ട് ദേവി മഹായന്ത്ര എന്നുള്ള നാമത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ദേവി നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷയാകും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിലെ ദേവിയുടെ പ്രീതി നമ്മൾക്ക് കിട്ടും എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. ദേവിയുടെ നാമം മഹായന്ത്ര. ഇനിയോ 229-ാമത്തെ നാമം കാണാം, മഹാസന. ഇത് നമ്മൾ കണ്ടതാണ് ദേവിയുടെ ആസനത്തെക്കുറിച്ച് കൃത്യമായിട്ട്. ദേവിയുടെ ഇരിപ്പിടം, മഹത്തായ ആസനത്തോടു കൂടിയവൾ, ഇരിപ്പിടത്തോടു കൂടിയവൾ. അതുകൊണ്ട് ദേവി മഹാസന. അപ്പോ ഈ പ്രപഞ്ച നിർമ്മിതിയിലെ ഭൂമി മുതലായിട്ട്, പൃഥ്വി മുതലായിട്ടുള്ള 36 തത്വങ്ങളുണ്ട് അത്രേ.
ആ തത്വങ്ങളെല്ലാം ദേവിയുടെ ആസനങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഉറവെടുക്കുന്ന എല്ലാ ജീവാത്മാക്കളും ദേവി തന്നെയാണ്, ദേവിയുടെ പ്രാണൻ തന്നെയാണ്. അവിടെയൊക്കെ ഇരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി മഹാസനയാണ്. ദേവി ശാക്തേയ തന്ത്ര വിധിപ്രകാരം എല്ലാ ആസനങ്ങളും ദേവിയുടെ ഈ 36 വിധികളിലുള്ള ദേവിയെ പൂജിക്കുന്നതും അവിടെയെല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി മഹാസന എന്നുള്ളത്. ഇനിയോ സത്തുക്കളായിട്ടുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിൽ വാണരുളുന്നവളാണ് ദേവി. നമ്മൾക്കറിയാം, ശ്രീരാമചന്ദ്ര ഭഗവാൻ ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ അമ്പ് ചെല്ലേണ്ടത് ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, എവിടെയൊക്കെ ഇരിക്കണമെന്ന് പറയണതാണ്, എവിടെയാണ് ഈ അമ്പ് കൊള്ളേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ ശരിക്കും സത്തുക്കളായിട്ടുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ആര് വസിക്കുന്നത്? ശ്രീരാമചന്ദ്ര ഭഗവാനും അതുപോലെ തന്നെ മഹാദേവിയും വസിക്കുന്നതുണ്ട്. അപ്പോൾ അവരുടെ ആ ദേവിയുടെ ആസനം തന്നെയാണ് നമ്മുടെ ഹൃത്കമലം. അതുകൊണ്ട് നമ്മുടെ ഹൃത്കമലവും ദേവിയുടെ മഹാസനം തന്നെയാണ്. ഇനിയോ ദേവി മൃഗരാജനായ സിംഹം ദേവിയുടെ ആസനമാണ്. അപ്പോൾ ഏറ്റവും മഹത്തായിട്ടുള്ള മൃഗം ഏതാണ്? സിംഹം. ആ സിംഹത്തിന്റെ സിംഹവാഹിനിയാണ് ദേവി. സിംഹമാണ് ദേവിയെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ദേവിയുടെ ആസനം തന്നെയാണ് സിംഹം. അതുകൊണ്ട് ദേവി മഹാസന. ഇനിയോ പഞ്ചബ്രഹ്മാസന സ്ഥിതയാണ് ദേവി. അത് നമ്മൾ കണ്ടു അല്ലെ? ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ, ഇവരെല്ലാം ഉള്ള 4 കാലുകളും തൽപ്പവുമായിരിക്കുന്നതാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാസന. ഇനിയോ ശ്രീചക്രത്തിൽ ബിന്ദുമണ്ഡല മധ്യസ്ഥയായിരിക്കുന്നവളാണ് ദേവി. അപ്പോ ബിന്ദുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി എന്ന് പറഞ്ഞൊരു നാമം വരും. ബിന്ദുമണ്ഡല മധ്യസ്ഥയായിട്ട് ദേവി ശ്രീചക്രത്തിൽ വാണരുളുകയാണ്. അതുകൊണ്ട് ദേവി മഹാസന. അപ്പോ മഹാസന എന്നുള്ള നാമം വന്നു കഴിഞ്ഞാൽ ദേവി എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ നിറഞ്ഞു വരണം. ചരാചരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ദ്വേഷിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അയ്യോ ദേവിയാണല്ലോ അവിടെ ഇരിക്കുന്നത് എന്ന് തോന്നണം. ആരെങ്കിലും ഇപ്പോൾ നമുക്ക് ഉപദ്രവിക്കാൻ തോന്നുകയാണെങ്കിൽ ദേവിയാണല്ലോ അവിടെ എന്ന് തോന്നണം. ആരെങ്കിലും വിശന്നിരിക്കുകയാണെങ്കിൽ ദേവിക്കാണല്ലോ വിശപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കത് കൊടുക്കാൻ തോന്നണം. അതുപോലെ തന്നെ നമ്മൾ തന്നെ ദേവിയാണല്ലോ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് പോവാൻ വിട്ടു നിൽക്കാൻ പറ്റണം. അങ്ങനെ സകല ചരാചരങ്ങളും ദേവിയെ ദർശിക്കണം. ദേവി മഹാസനയാണ് എന്നുള്ള ഓർമ്മ ഈ നാമം, അല്ലെങ്കിൽ വെറും മഹാസന ദേവി മഹത്തായ ആസനത്തിലാണ്, അങ്ങനെയല്ല. എല്ലാ ചരാചരങ്ങളിലും ദേവിയാണെന്നുള്ള തുല്യഭാവം നമ്മുടെ മനോമുകുരത്തിൽ സദാ പ്രതിഫലിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദേവി മഹാസന എന്നുള്ള നാമത്തിൽ ഇവിടെ നമ്മുടെ മുന്നിൽ ഈ ലളിതാ സഹസ്രനാമത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നാമം കൃത്യമായി എപ്പോഴും ഓർക്കുക. ഇനിയോ 56-ാമത്തെ ശ്ലോകത്തിലെ 230-ാമത്തെ മഹായാഗക്രമാരാധ്യ. മഹായാഗക്രമാരാധ്യ 230-ാമത്തെ നാമമാണ് മഹായാഗക്രമാരാധ്യ. ഇവിടെ കുറച്ച് നമുക്ക് വിശദീകരിക്കേണ്ടി വരും. 64 ഉപചാരങ്ങളിലാണ് യാഗങ്ങൾ ചെയ്യുക. ശരിക്ക് വലിയ ബൃഹത്തായ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ 64 ഉപചാരങ്ങൾ ഉണ്ടാകും. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ എന്നുള്ളത് ഇന്ന് തന്നെ മിക്കവാറും നമ്മൾ സ്പീഡിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ 64, ചതുഷ്ഷഷ്ടിയാണ് 64 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രമങ്ങൾ കൊണ്ട് ആരാധ്യയായവളാണ് ദേവി. അപ്പോൾ ഈ 64 ഉപചാരങ്ങളെ കൊണ്ട് ചെയ്യുന്ന യാഗങ്ങളിൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹായാഗക്രമാരാധ്യ. ക്രമത്തിൽ അതിനൊക്കെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള രീതികളുണ്ട്, വിധികളുണ്ട്. ആ വിധിയിൽ ആ യാഗക്രമങ്ങൾ കൊണ്ട് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹായാഗക്രമാരാധ്യ. അപ്പോൾ ദേവി ഒരു ഉദാഹരണം, ഭണ്ഡാസുരവധത്തിന് ദേവി തന്നെ പ്രത്യക്ഷപ്പെട്ടാലെയാണ് ഭണ്ഡാസുരവധം നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ എല്ലാം മാറ്റിവെച്ച് ദേവിക്ക് വേണ്ടി നടത്തുന്ന ആ യാഗം മഹായാഗമാണ്. അതിനകത്ത് 64 ഉപചാരമുണ്ട്. അതിനുശേഷം സ്വയം ശരീരമല്ല ഞാൻ എന്നുള്ള ദേവിക്ക് അതുപോലും സമർപ്പിക്കുന്ന സമയത്താണ് ചിദഗ്നികുണ്ഡ സംഭൂതയായിട്ട് ദേവി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ യാഗം എന്താണ്? മഹായാഗം തന്നെയാണ്. അതുപോലെ അതിവിപുലമായ സജ്ജീകരണം കൊണ്ട് വേണ്ട എല്ലാ യാഗങ്ങളും മഹായാഗങ്ങളാണ്. ആ അങ്ങനെയുള്ള ക്രമമായിട്ടുള്ള യാഗങ്ങളെ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹായാഗക്രമാരാധ്യ. ഇനി ബാഹ്യയാഗമുണ്ട്, ആന്തരിക യാഗമുണ്ട്. ഇനി മനസ്സാൽ ചെയ്യുന്ന യാഗങ്ങളുണ്ട്.
ഈ 64 ഉപചാരങ്ങളും യോഗീ തത്വമായിട്ടുള്ള അത്രയ്ക്കും സിദ്ധി ലഭിച്ച ആളുകൾക്ക് മാനസികമായിട്ട് ചെയ്യാം. ഒടുവിൽ തൻ്റെ അഹംബുദ്ധിയെ മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യമനിയമാദികൾ കൊണ്ട് അതെല്ലാം അഭ്യസിച്ചിട്ട് ഉള്ളിലുള്ള അഗ്നിയെ ജ്വലിപ്പിച്ച് തൻ്റെ കാമങ്ങൾ അതിൽ ദഹിപ്പിക്കുക. അതാണ് ഇവിടെ ആന്തരിക യാഗം എന്ന് പറയുന്നത്. ബാഹ്യമായിട്ടുള്ള യാഗം നമ്മൾ കണ്ടു, മഹായാഗം, അതിനകത്ത് എല്ലാം സാധനങ്ങളൊക്കെ യജിച്ചിട്ടും അർപ്പിച്ചിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ആന്തരിക യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിയമങ്ങളിൽ അനുസരിച്ച് ജീവിച്ച് ഉള്ളിലുള്ള അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് തൻ്റെ കാമങ്ങളെ, ആഗ്രഹങ്ങളെ, തൻ്റെ ഓടുന്ന കുതിര പോലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം പിടിച്ചു നിർത്തി എല്ലാം അതിൽ ദഹിപ്പിച്ചിട്ട് അങ്ങനെ ഹോമിക്കുന്നതാണ് ഇവിടുത്തെ യാഗം. ആ യാഗങ്ങൾ തൻ്റെ അഹംബുദ്ധി ഒടുവിൽ നശിക്കുന്നു. അങ്ങനെ അഹംബുദ്ധി നശിച്ചിട്ടുള്ള ആ സാധകൻ അല്ലെങ്കിൽ ആ യോഗി അല്ലെങ്കിൽ ആ ഉപാസകൻ തൻ്റെ ചിത്താകുന്ന അഗ്നിയിൽ ജ്വലിക്കുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ദേവിയാണ് എന്താണ്? ചിദഗ്നികുണ്ഡ സംഭൂത. ചിത്താകുന്ന അഗ്നിയാണ്. രണ്ടർത്ഥം ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും ആ ചിദഗ്നികുണ്ഡം ദേവന്മാരുടെ ചിത്താകുന്ന അഗ്നിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ദേവി. അപ്പോൾ അത്രയും ആഗ്രഹിച്ചതാണ്. അപ്പം അതേപോലെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ദേവിയിൽ ആവാഹിച്ച അഗ്നിയിൽ നമ്മൾ ആഹുതി ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ആ ശക്തിയാണ് നമ്മളുടെ ദേവി. ആ ദേവിയായിട്ടിരിക്കുന്നവളാണ് ദേവി. അതോടുകൂടി ശാശ്വതമായ കൈവല്യം ലഭിച്ച ആത്മാവ് ദേവിയിൽ ലയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആന്തരയാഗം ഭയങ്കര ഗംഭീരമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ മഹായാഗ ക്രമാരാധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെ ഓർക്കണം എങ്ങനെയാണ് കാമനകളെ ഈ അഗ്നികുണ്ഡത്തിൽ, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ ദഹിപ്പിക്കേണ്ടത് എന്നുള്ളത്. ഇനി 231 നാമമാണ് മഹാഭൈരവ പൂജിത. അപ്പോൾ മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത. അങ്ങനെ ഈ 56 ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് മഹാഭൈരവൻ. മഹാഭൈരവൻ ആരാണെന്ന് നോക്കാം. മഹാഭൈരവൻ ഇവിടെ സൃഷ്ടി സ്ഥിതി കർത്താവായിട്ടുള്ള ശിവനെയാണ് മഹാഭൈരവൻ എന്ന് പറയുന്നത്. ശരിക്കും ശിവന് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അവരെയൊക്കെ ഭൈരവൻ, കാളഭൈരവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ശിവനായിട്ട് തന്നെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന മഹാഭൈരവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതിയിലെ കർത്താവായിട്ടുള്ള ശിവനാണ് മഹാഭൈരവൻ. ആ മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവനാണ് ആര്? മഹാഭൈരവ പൂജിത. ആ മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവളാണ് ഇവിടെ ദേവി. അതുകൊണ്ട് ദേവി മഹാഭൈരവ പൂജിത. ഇനി ഭൈരവൻ എന്നുള്ള വാക്കിനെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഭരണം, രമണം, അത് കഴിഞ്ഞാൽ വമനം, ഇത് മൂന്നുമാണ് എന്ന് കിട്ടുന്നത്. ഭരണം, രമണം, വമനം. ഭരണം എന്ന് പറഞ്ഞാൽ ശരിക്കും സൃഷ്ടി, രമണം സ്ഥിതിയാണ്, വമനം സംഹാരമാണ്. അപ്പോൾ ഭൈരവൻ എന്നുള്ള നാമം തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരമാണ് വെളിപ്പെടുത്തുന്നത്. ആ മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാഭൈരവ പൂജിത. ഇനി നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ട അത് എടുക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.